സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ വിഷു ബെമ്പർ അടിച്ച കരുനാഗപ്പള്ളി സ്വദേശി പൊന്നന് ഭാഗ്യദേവത തുണച്ച സന്തോഷമാണ്. തന്റെ ലക്കി നമ്പർ 2 എവിടെയും എടുക്കുമെന്നും പൊന്നൻ പറയുന്നു. കൊല്ലത്ത് നിന്ന് എസ് വിനേഷിന്റെ റിപ്പോർട്ട് കാണാം. 12 കോടി രൂപ വിഷു ബമ്പർ ലോട്ടറി അടിച്ച പൊന്നപ്പൻ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഇത് പൊന്നപ്പൻ ചേട്ടൻ്റെ വീടാണ്. സാധാരണ ഫാമിലിയാണ്. ഇവർ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. എന്തായാലും ഭാഗ്യദേവത ഈ പ്രാവശ്യം കടാക്ഷിച്ചത് ഈ വീട്ടിലാണ്. പൊന്നപ്പൻ ചേട്ടൻ നമ്മളോടൊപ്പം ചേരും. നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാ പൊന്നപ്പൻ ചേട്ടനല്ല, കോടിപതിയാണ്. എന്താ പറയുള്ളേ? കോടിപതിയൊന്നും ആയെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അത് അടിച്ചു. എൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ അടിച്ചു എന്നുള്ള ബോധ്യമായി. അത് അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മൾ ഇനിയിപ്പം ആരും ആകാൻ പോകുന്നില്ല. നമ്മൾ തന്നെ. നേരത്തെ അറിയാമായിരുന്നോ ഇങ്ങനെ വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല, ഈ പ്രാവശ്യം നമ്മളൊക്കെ അതുകൊണ്ട് പ്രതീക്ഷയൊന്നും ഇല്ല. നമ്മൾ പിന്നെ എല്ലാ ബമ്പറും എടുക്കും, അല്ലാതെ ഡെയിലി എടുക്കും. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് അടിയൊന്നും ഇല്ലായിരുന്നു, നമുക്കില്ല. ഞാനൊരു ബമ്പർ ഞാൻ കടയിൽ പോയി ഞാനൊരു ബമ്പർ എടുത്ത് അവിടെ കൊണ്ട് വെച്ചിരുന്നു. എന്നിട്ട് എടുക്കുന്ന സമയത്ത് അതെടുത്ത് നോക്കി നമ്പർ കറക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ തന്നെ വെച്ച് അത് ലാട്ടറി എടുക്കാൻ തുടങ്ങി. ആദ്യം തന്നെയാണ് തന്നെ ആ നമ്പർ. അതിനകത്തൊരു സന്തോഷമുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ. ഈ ലോട്ടറി അങ്ങ് എടുത്തതാണോ അതോ ഈ നമ്പർ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് വല്ലതും എടുത്തതാണോ? എന്തെങ്കിലും നമ്പർ നമുക്കൊരു നമ്പറുണ്ട്, നമ്മുടെ ഭാഗ്യ നമ്പർ എന്നും പറഞ്ഞ് ഈ ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഈ പ്രശ്നം വയ്ക്കുന്നവരൊക്കെ അവരൊക്കെ ജ്യോത്സ്യന്മാർക്ക്. അപ്പോൾ അവരൊക്കെ നമ്മളെ ഫോണിനകത്തൂടെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളതെടുത്ത് കേൾക്കും, കാണും എന്നൊക്കെ ചെയ്യുന്നുണ്ടാതെ അങ്ങനെ ഒരു നമ്പറില്ല. എൻ്റെ ഒരു നമ്പറുണ്ട്, എൻ്റെ നാളിനൊരു നമ്പറുണ്ട്, അത് 2 അങ്ങനെ ഒരു 52 എന്ന് പറഞ്ഞൊരു നമ്പരെടുത്ത് അത് 13, 54, 52 സൂക്ഷിച്ചു അതിനെ തന്നെ അടിച്ചു. അവിടെ തന്നെ കടക്കാർക്ക് അറിയാമായിരുന്നു ഇന്നടുത്ത ഇന്ന ആളിനാന്ന്. അങ്ങനെ അവിടെ ആരണ്ടൊക്കെ വന്നപ്പോൾ എല്ലാവരെയും പറഞ്ഞ് ഇങ്ങോട്ടേക്ക്. അവർ വിളിച്ചു ചോദിച്ചായിരുന്നോ? ഇങ്ങനെ ചോദിച്ചൊന്നുമില്ല, ഞങ്ങളങ്ങോട്ട് പറഞ്ഞതുമില്ല. പക്ഷെ അവർക്കതൊരു ബോധ്യമുണ്ട്. കടയിൽ നിന്ന് പോകുന്ന ടിക്കറ്റുകൾ അവർ നോട്ട് ചെയ്യും, ആർക്കൊക്കെ ഇതെന്താ പോകുന്നത്, എവിടെയുള്ളവരാന്നൊക്കെ. ഞങ്ങളും വിൽക്കൊണ്ടിരിക്കട്ടെ. അപ്പം അങ്ങനെ അവർ ഇതിനൊക്കെ എൻ്റെ നമ്മുടെ വിനോദിൻ്റെ ആർക്കെങ്കിലും അവിടെ ആർക്കും അടിയൊന്നും അല്ലെ അവർ വിറ്റതാന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞ് ഇയാൾ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. ഉടനെ തന്നെ കടയിൽ നിന്ന് ഇവിടെ എല്ലാവരും തിരക്കുന്ന അടിച്ച കടയല്ലേ, കടയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ കടയിൽ തിരക്കിയപ്പോൾ പറഞ്ഞ് ഇന്ന കണക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിനോദനെ തിരക്കി, എൻ്റെ മോനെ തിരക്കി ഇവിടെ ആൾ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് സംഭവമൊക്കെ ശരിയല്ല. ഇത് പ്രൈസ് നേരത്തെ അടിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പ്രൈസ് എനിക്ക് 5000 ഒക്കെ അടിച്ചിട്ടുണ്ട്. 5000 എന്ന് പറഞ്ഞാൽ ഞാൻ വിറ്റുകൊണ്ടിരിക്കുമ്പോഴും 5000 എൻ്റെ കയ്യിലിരുന്ന് അടിച്ചിട്ടുണ്ട്, ഞാൻ എടുത്തു വെച്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ മഴയത്ത് വിൽക്കാതിരുന്ന ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. അന്നൊക്കെ നല്ല പ്രൈസുള്ള സമയമാണ്. ഇപ്പം ഈ 50 അങ്ങോട്ട് മാറ്റി ആകാം ചീറ്റി. ഇനിയിപ്പോൾ പഴയതുപോലെ ആക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പഴയതാകുമ്പോൾ എല്ലാവർക്കും അടിക്കും, ഇത് അടിക്കുന്നതിനടിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് അടിക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ എന്തായാലും ഈ സഭ ഇറങ്ങിപ്പോയതിൻ്റെ അടിയും മറ്റേ സഭ കയറിയതിൻ്റെ അടിയായിട്ട് നമുക്കൊരു അടി കിട്ടി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ നമ്മുടെ ഒരു പ്ലാൻ? ശരിക്കും പ്ലാനെന്ന് പറഞ്ഞാൽ ഇത് മഴ പെയ്താൽ ഇതിലെ കൂടെ വെള്ളം കയറി, അതിലെ കൂടെ വെള്ളം വന്ന് ഇതിലെ കൂടെ കയറി അപ്പുറത്ത് പോകും. അങ്ങനത്തെ മഴ വലിയ കഴിഞ്ഞ വർഷം ഇതിലെ കൂടെ മൊത്തം 4 ഇഞ്ചും വെള്ളമായിരുന്നു. ഈ റോഡൊന്നും കാണാക്കത്തില്ല, ഇത്രയും വെള്ളമുണ്ടായിരുന്നു. അതിപ്പോൾ ഇച്ചിരി മണ്ണൊക്കെ ഇട്ടൊന്നും അങ്ങനെ സൈഡ് വാളും അത് ഇതൊക്കെ കെട്ടി. എനിക്കിപ്പോൾ 2 ഒന്ന് ശരിയാക്കണം. അതിപ്പോൾ ലാട്ടി അടിച്ചുകൊണ്ട് തോന്നിയതാണ്, അല്ലെങ്കിൽ നമുക്ക് ഉടനെ മാർഗമൊന്നും ഇല്ല. വീട് പുതുക്കി പണിയണം. വീടിന് പുതുക്കാനൊന്നും ഇല്ല, വീടൊക്കെ ഇതൊക്കെ തന്നെ. പിന്നെ എന്നെ വണ്ടി ഇടിച്ചിട്ടുണ്ട്, ബൈക്ക് ഇടിച്ച് എൻ്റെ കാലൊടിഞ്ഞ് അതിനൊരു ക്ലെയിം കിട്ടി. അതെല്ലാം കൂടെയൊക്കെ കൊണ്ട് ഇത് ജപ്തിയായിരുന്നു ഈ വീടൊക്കെ. അതൊക്കെ തീർത്ത് നമ്മളിപ്പം അങ്ങനെയുള്ള കടങ്ങളൊന്നും ഇല്ല. പിന്നെ അന്നൊന്ന് ഈ കച്ചവടത്തിനകത്തുള്ള ആഹാരം കഴിക്കും, വേറൊരു പണിയില്ല. നമ്മൾ 3 പേരുണ്ട്, 2 പേര് ഇതും കൊണ്ട് നടക്കുന്നു. നമ്മൾ ചുമ്മായിരിക്കും. ഈ ബന്ധുക്കളൊക്കെ സഹായമായിട്ട് അങ്ങനെ വരുമോ വന്നില്ല. ഒരുപാട് വിളികളൊക്കെ വരുന്നുണ്ട്. ഞാൻ ആരുടെയും ഫോണൊന്നും എടുത്തില്ല. അതിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം ഇവിടെ തന്നെ ഈ 26 വർഷമായി ഞാൻ താമസിക്കാൻ വേണ്ടി. ഈ അയൽക്കാരുമായിട്ടൊന്നും നമുക്ക് യാതൊരു ആർക്കും നമ്മുടെ ജോലി അന്നൊക്കെ ഞാൻ ജോലിക്ക് പോകും, പെയിൻറ്റിങ്ങിന്.
ജോലിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും, ജോലിക്ക് പോകും, തിരിച്ചു വരും എന്നല്ലാതെ ഇവിടെ നിന്ന് നല്ല നമുക്ക് അത്ര വലിയ പരിചയമില്ല. ഈ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോൾ അയൽക്കാർ ആരെങ്കിലുമൊക്കെ അടുത്ത് കൂടുന്നുണ്ടോ? അങ്ങനൊന്നും പറഞ്ഞാൽ നമ്മളില്ലാത്ത തന്നെ ഇതിവിടെ ഈ ലോട്ടറി നിന്നാണല്ലോ ഇത് കിട്ടിയത്. അപ്പം ലോട്ടറി കച്ചവടം കുറച്ച് വിപുലമാക്കാനെങ്ങാണോ നല്ല ഉദ്ദേശമുണ്ടോ? അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇവർക്ക് ഇപ്പം നമ്മുടെ ഭാര്യയായിരുന്നു കൊണ്ടുപോകുന്നത്. അത് മോനും തള്ളായും രാവിലെ ഇറങ്ങി നടക്കുക. ഇവിടുന്ന് ഒരാളിലെ ഇവിടെ കറങ്ങി അതിൻ്റെ കൂടെ കറങ്ങി ഇങ്ങും കറങ്ങി ചാരുമൂട് വഴി കറങ്ങി വീണ്ടും ഇങ്ങ് വരും. ഇവിടെ മോൻ ഇതിലെ കൂടെ പോയി കരുതാപ്പള്ളി ചെന്നിട്ട് അവിടെ നിന്ന് ഓച്ചറ ഈച്ചറയൊക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അയാളും ബസ്സിൽ ഇങ്ങ് വരും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം തള്ളയ്ക്ക് തീരെ നടക്കാൻ പോയതായപ്പോൾ ഒരു തട്ടിട്ട് ഇവിടെ കാണിയിരിക്കാം. അവിടെ ഒരു തട്ട് വെച്ച് അത് ഇപ്പോൾ 5-6 മാസമായി. അത് അവിടെ തുടങ്ങി തട്ടും വിട്ടി അടിയൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് വലിയ വരുമാനമായിട്ടുള്ള ഇതിനിടയ്ക്ക് 2-3 ബമ്പറൊക്കെ കഴിഞ്ഞു. അതിനകത്തൊക്കെ ചില്ലറ വിൽപ്പനകൾ നടക്കുന്നത് അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഇപ്പം ഗുണമില്ല. ഇനി ഇത് ഗുണമാവണമെങ്കിൽ പഴയ നിലയിലെത്തണം. പഴയ 40 ആക്കിയിട്ട് പ്രൈസ് കുറച്ച് വലിയ ഇടത്തരം 5000-ൻ്റെ പ്രൈസൊക്കെ ഇച്ചിരി കൂട്ടിയൊക്കെ കൊടുക്കുമെന്നൊക്കെ പറയുന്നു. ഇന്നലെ ഇതിന് 30,000 ഉള്ളായിരുന്നു. പുതിയ സർക്കാർ കയറി വലിയ പ്രതീക്ഷ ഉണ്ടോ? പുതിയ സർക്കാർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമെന്നാണ് നമ്മുടെ ഇത്. ഇനി പുതിയ സർക്കാരാണോ പഴയ സർക്കാരാണോ അവരിറങ്ങി ഇവർ കയറി രണ്ടും കൂടെ ചേർത്ത് ഒരു അടിയടിച്ചു. എത്രയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് പൊന്നപ്പൻ ചേട്ടന് വളരെ സന്തോഷമാണ്. ഇനിയിപ്പോൾ ശേഷിക്കുന്ന കാലം നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള വലിയൊരു ഉദ്ദേശം തന്നെയാണ്. സുനീഷ്, ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.